കോർണർ. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 3 വീഡിയോ ആണേ. നമ്മുടെ കഴിഞ്ഞ വ്ലോഗൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. ഞങ്ങൾ 3 പേരും കൂടെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം സെറ്റാക്കി വെക്കുകയാണ് ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് നിവേട്ടൻ കൊണ്ടുവന്ന ആ ഒരു ടോയ് അതെല്ലാം സെറ്റാക്കിയിട്ട് നിവേട്ടൻ അവന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലാണ്. അവന് ഇഷ്ടപ്പെട്ട സാധനം തന്നെയാണ് കൊണ്ടു കൊടുത്തത്. ഈ വണ്ടികളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മടക്കി വെക്കുകയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ എൻ്റെതും കൃഷുവിൻ്റെതും ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ടെല്ലാം എടുത്ത് പെട്ടിയിലൊക്കെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെ മടക്കി വെക്കുകയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ പോവാന്ന് പറയുന്നല്ലാണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന്. നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ എന്താ ഭർത്താവിൻ്റെ വീട്ടിൽ പോവാത്തേന്ന്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഞങ്ങൾ ഇന്ന് നിവ്യേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകാൻ പോകുന്നത്. തുണിയൊക്കെ മടക്കി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിവ്യേട്ടൻ പിന്നെയും വിളിച്ചു. നമ്മുടെ കൃഷുവിൻ്റെ ടോയ് റെഡിയായി ബാറ്ററി ഒക്കെ ഇട്ടിട്ട് എങ്ങനെയാണെന്ന് കാണാൻ വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുണ്ട്. കൃഷു ഇതാ ആ ട്രക്ക് ഇങ്ങനെ അതിൻ്റെ ട്രാക്കിലൂടെ ഇങ്ങനെ പോകുന്നത് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അവൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഇടയ്ക്ക് പോയി പിടിച്ചു നോക്കാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അമ്മ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പോയി കഴിക്കാമെന്ന്. ഇന്ന് ചായക്ക് കായ് പുഴുക്കായി. നിവേട്ടന് പിന്നെ ഈ പുഴുക്കിനോടൊന്നും അത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും ഒരു പുഴുക്കുണ്ടെങ്കിൽ അത് അടിപൊളിയാണ്. അതെനിക്ക് നിർബന്ധമാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് വേണമെന്നുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞ് ചായ കുടിക്കുകയാണ്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ പോയി നമ്മുടെ എടുത്തു വെച്ച ഡ്രസ്സൊക്കെ സൂട്ട് കേസിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് സ്ഥലം വിടുകയാണ് കേട്ടോ. ഇപ്പം തന്നെ നല്ലോണം ലേറ്റായി. അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് തന്നെ പോയി റെഡിയായെന്ന വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാരണം അങ്ങനെ നമ്മൾ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ എന്തിനാ വെറുതെ ഇങ്ങനെ ഒരുങ്ങി പിടിക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ആ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങളെല്ലാം എടുത്ത് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സങ്കടത്തിലാണ് കൃഷു പോകുന്നതിൽ. അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവന് എവിടെയെങ്കിലും പോകുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചാടി പുറത്തിറങ്ങും. അപ്പോൾ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ വണ്ടിയിൽ കയറി. ആ കാണുന്നത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടനാട്ടോ. അവർ വീട്ടിലായിരുന്നു വണ്ടി വെച്ചത്. അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങളിതാ നിവേട്ടൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പോയി. അതാ എൻ്റെ അച്ഛൻ. ഞങ്ങളെന്താ തിരിച്ച് ഇവിടെ തന്നെ എത്തിയത് നിങ്ങൾ വിചാരിക്കുന്നില്ല? ഒന്നുമില്ല, ഞങ്ങളൊരു സാധനം എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആ ഗിഫ്റ്റ്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി തിരിച്ച് വന്നതാണ്. അപ്പോൾ അച്ഛൻ വഴിയിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാട്ടോ. അങ്ങനെ ഞങ്ങൾ നിവേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അവിടുന്ന് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ ഇതാ വീട്ടിലേക്കുള്ള എൻട്രൻസിലോട്ട് കയറി. ഇവിടെ അടുത്താണ് ഈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രമില്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ അടുത്താണ് കേട്ടോ നിവേട്ടൻ്റെ വീട്. അപ്പോൾ നിവേട്ടൻ ഗേറ്റൊക്കെ തുറന്നു.
ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി ഇതാ എത്തി. ഇതാണ് കേട്ടോ നിവിയേട്ടൻ്റെ വീട്. നിങ്ങൾ ദേവുവിൻ്റെ വ്ലോഗിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ദേവു കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വ്ലോഗ് എടുത്തതിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൃഷു വേഗം തന്നെ ഉള്ളിൽ കയറി, പിന്നെ ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നിവിയേട്ടൻ്റെ അമ്മ. പിന്നെ ഇതാ ഇവിടുന്ന് അവൻ്റെ സാധനങ്ങളൊക്കെ ഓരോന്ന് എടുത്തു കൊണ്ടുവന്ന് കളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ നിവിയേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം. ഇപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യനുള്ള ഉത്തരമായില്ലേ? പോസിറ്റീവായിട്ട് പറഞ്ഞതാണ് കേട്ടോ, നെഗറ്റീവല്ല. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും പിന്നെ നിവിയേട്ടൻ്റെ ഫാമിലീനെ കുറിച്ചൊക്കെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആരൊക്കെയാണുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസും അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. പിന്നെന്താ, അപ്പോൾ ഞങ്ങളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.